കൊല്ലം ടൗണിലിറങ്ങി ആതിര വീട്ടിലേക്കുള്ള വഴി അന്വേഷിച്ചാൽ ഉടനെ ഒരു മറുചോദ്യം ഉണ്ടാകും. എന്താ, ആനയെ വാങ്ങാൻ പോവുകയാണോ? കീർത്തന കാർത്തിക്കിനെയാണോ അതോ വിനോദിനെയാണോ നോട്ടം? വാങ്ങുവാനല്ല, ഇനി എഴുന്നള്ളത്തിനായി ക്ഷണിക്കാൻ വന്ന കമ്മിറ്റിക്കാരെങ്കിലും ആണെന്ന് പറഞ്ഞാലും മതി. ആനകളുടെ സവിശേഷതകളെക്കുറിച്ചാകും പിന്നെ നാട്ടുകാരുടെ പെരുമ പറച്ചിൽ. ആതിര വീടിൻ്റെ മുറ്റത്ത് കയറാത്ത ഏതെങ്കിലും വലിയ ആനകളുണ്ടോ ഈ കേരളത്തിൽ? ജയറാമിൻ്റെ കണ്ണൻ എവിടത്തേതാ? നെയ്യാറ്റിൻകര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ചരിഞ്ഞ ഗണേശനെ ആരാ കൊടുത്തത്? ഒറ്റപ്പാലത്ത് ശ്രീറാമും അർപ്പൂക്കരയിലെ അനന്തപത്മനാഭനും വൈക്കം വേണുഗോപാലുമെല്ലാം ഈ മുറ്റത്ത് നിന്ന് ഏറെക്കാലം വിലസിയവരാ. കഥകൾ കേൾക്കാൻ കാത് കൂർപ്പിച്ച് നിന്നാൽ മതി, പിന്നെ സമയം പോകുന്നതറിയില്ല. ആനക്കൊമ്പന്മാരുടെ തലയെടുപ്പും ആ കൊച്ചു കുസൃതികളും ആ രാജകലയും പിന്നെ വരവും പോക്കുമെല്ലാം പറഞ്ഞു തരാൻ നാട്ടുകാർ പലരും കൂടും. അവർക്ക് കൗതുകം ഒഴിയാത്ത വീടാണ് ആതിര. ആതിര വീട്ടിലെ ആനക്കമ്പക്കാരായ കാരണവരാണ് MV രവി എന്ന ആതിര രവി. ഇദ്ദേഹം മാത്രമല്ല, ഈ വീട്ടിലെ മുഴുവൻ പേരും ആനക്കമ്പക്കാരും ആനപ്രിയരുമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ സ്നേഹക്കാഴ്ചകൾ ഇങ്ങനെ നീണ്ടു പോവില്ലല്ലോ. ഐശ്വര്യം നിറഞ്ഞ ഈ വീട്ടുമുറ്റത്ത് ഇപ്പോൾ അലങ്കരിക്കുന്നത് നല്ല ലക്ഷണമൊത്ത 2 ഗജവീരന്മാരാണ്. കീർത്തന കാർത്തിക്കും പിന്നെ ആതിര വിനോദും. ഞങ്ങൾ ചെല്ലുമ്പോൾ കീർത്തന കാർത്തിക് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വിനോദ് ചില കറക്കങ്ങളുമായി പുറത്തായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കീർത്തന കാർത്തിക് തൻ്റെ കഥ പറഞ്ഞു. എന്നെ കണ്ടാൽ ഏത് നാട്ടുകാരനാണെന്ന് തോന്നും, പറയാമോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇല്ല, ബുദ്ധിമുട്ടണ്ട. ലക്ഷണശാസ്ത്ര പ്രകാരം ഒരു കേരളീയൻ്റെ മട്ട് എനിക്കുണ്ടെങ്കിലും എൻ്റെ ദേശം ശരിക്കും ആസാമാണ്. ഹിമസാഗർ എന്ന് കേട്ടിട്ടുണ്ടോ? ആ പേരിലൊരു ട്രെയിൻ ഉണ്ടെന്നതാണ് തോന്നുന്നത്. അപ്പർ ആസാമിലാണ് ആ ദേശം. അവിടുത്തെ ഒരു കൊടും വനത്തിലാണ് എൻ്റെ ജനനം. നല്ല മഴ പെയ്യുന്ന ഉഗ്രൻ കാട്. പുരന്ദർ ബർവ എന്നാണ് എൻ്റെ ആദ്യ മുതലാളിയുടെ പേര്. അദ്ദേഹത്തിന് ധാരാളം ആനകളുണ്ട്. എന്നെപ്പോലെ തന്നെ തടിയും മിടുക്കും സൗന്ദര്യവുമെല്ലാം ഉള്ളവർ. അവിടെ വെച്ച് എൻ്റെ പേര് ജോയ് പ്രസാദ് എന്നായിരുന്നു. 2000-ലാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. 20 വർഷമായി എന്നെ പലതവണ കണ്ട് ഇഷ്ടപ്പെട്ട ശേഷം ഓമനക്കുട്ടൻപിള്ള ആശാനാണ് കൊണ്ടുവരുന്നത്. ആദ്യം കാല് കുത്തിയപ്പോഴേ ഈ നാട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടം വിട്ട് മറ്റൊരിടത്തേക്കും പോകേണ്ടി വരരുതേ എന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു. ഓമനക്കുട്ടൻപിള്ള ആശാൻ എൻ്റെ പേര് ഗിരിജാ പ്രസാദ് എന്നാക്കി. കൊള്ളാം, ആ പേരും എനിക്കിഷ്ടമായി. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഈ തറവാട്ടിലെത്തിയിരിക്കുന്നത്. പുതിയ പേര് നിങ്ങൾക്കറിയാമല്ലോ, നല്ല സ്റ്റൈലൻ പേരല്ലേ, കീർത്തന കാർത്തിക്. എൻ്റെ മുട്ടൻ ഗ്ലാമർ കണ്ടിട്ട് രവി മുതലാളി ഇട്ട് തന്ന പേരാണ്. എടുത്ത കൊമ്പും പദഗിരിയും പിന്നെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്ന പൊങ്ങിയ വലത്തെ കൊമ്പും വലത്തെ തലക്കുന്നിയും എനിക്കുണ്ട്. എൻ്റെ വെളുത്ത നഖങ്ങൾ കണ്ടാൽ ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഞാനൊരു ശാന്ത സ്വഭാവക്കാരനാണെന്ന് മനസ്സിലായില്ലേ? നല്ല കൊമ്പനാനയുടെ ലക്ഷണമാണല്ലോ മസ്തകം ഉയർന്നും പുറം താഴ്ന്നും ഇരിക്കുന്നത്, അല്ലേ? സംശയമുണ്ടെങ്കിൽ നോക്കിക്കോ, ആ നല്ല ലക്ഷണവും എനിക്കുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ ഞാനൊരു തറവാടിയാണെന്ന്?